ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടുള്ള ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൊണ്ടാണ് കേട്ടോ. അതായത് ഒത്തിരി ആൾക്കാർക്ക് കിച്ചൺ റിലേറ്റഡും അതുപോലെ പാത്രങ്ങൾ അൺബോക്സിങ് വീഡിയോസൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുറേ പ്രോഡക്റ്റ്സ് ഇവിടെ അൺബോക്സ് ചെയ്യാണ്ടെന്ന്. അപ്പം റോഷ് കുക്ക് വെയർസ് നിന്ന് എനിക്ക് വന്നിട്ടുള്ള കുറച്ച് പാത്രങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ ഈ പാത്രങ്ങൾ അങ്ങനെ എല്ലായിടത്തും കിട്ടുന്ന പാത്രങ്ങളല്ല കേട്ടോ. റോഷ് കുക്ക് വെയർസും ഞാൻ ആദ്യം അൺബോക്സ് ചെയ്യാൻ പോകും. ഞാനത് ഓൾറെഡി തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല പാക്കിങ്ങിലാണ് അവർ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നും കേടായിട്ടില്ല. അതാ ഈ ഒരു സംഭവം കണ്ടോ. ഇത് മോർട്ടർ ആൻഡ് പെസ്റ്റിൽ, അതായത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കാൻ യൂസ് ചെയ്യുന്ന സംഭവമില്ലേ, അതിൻ്റെ വേറൊരു വെറൈറ്റി ആയിട്ടോ കേട്ടോ. ഗ്രാനൈറ്റ് കോട്ടഡ് ആണ്. അതായത് അത് ആ ലുക്ക് തന്നെ കണ്ടോ. നമ്മൾ കിച്ചണിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഗ്രാൻഡ് ലുക്ക് തോന്നും. ക്ലീൻ ആക്കാനും എളുപ്പമാണ്. ഇതിൻ്റെ അകത്ത് കണ്ടില്ല, നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതയ്ക്കാൻ അല്ലെങ്കിൽ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാം. ഒരു അമ്മിക്ക് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. നല്ല അടിപൊളി പാക്കിങ്ങിലാണ് അവർ സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കിച്ചണിലോട്ട് വേണ്ട ഒരു അടിപൊളി ഐറ്റമാണ്. മസ്റ്റായിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് മയക്കി എടുക്കാനുണ്ട്. അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. മയക്കി എടുക്കുന്നതൊക്കെ ഇത് മയക്കിയ ശേഷമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവരുടെ പേജിൽ കൽവം ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഗ്രാനൈറ്റ് കോട്ടഡ് അമ്മിയൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. പിന്നെ അടുത്തത് നല്ലൊരു മസാല ബോക്സാണ്, സ്പൈസ് ബോക്സാണ്. ഇത് നമ്മളെ കിച്ചണിലോട്ട് വെച്ചാൽ നല്ല ഗ്രാൻഡ് ലുക്ക് തോന്നും അല്ലേ. ആ ഒരു മാറ്റ് ഫിനിഷായിട്ട് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ വരുന്ന ഒരു ലിഡും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലിഡ് അവർ സെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു പിടിക്കുന്ന ഹോൾഡ് ചെയ്യുന്ന ഭാഗം അകത്തേക്കാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ വെക്കണം. ഓക്കെ, അപ്പോൾ അത് സ്ക്രൂ ചെയ്യായിരുന്നു. നല്ല അടിപൊളി നല്ലൊരു എന്താ പറയുക, ഗ്രാൻഡ് ലുക്ക് തോന്നുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് 7 ചെറിയ കപ്പുകളുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് നമുക്ക് കടുക്, ജീരകം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് വയ്ക്കാം. ഒരു സ്പൈസസ് എല്ലാം കൂടി ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരൊറ്റ പാത്രം. നമ്മൾ എല്ലാത്തിനും കൂടി സെപ്പറേറ്റ് പാത്രം ആവശ്യമില്ല. ഇതിൻ്റെ വേറൊരു ഐറ്റം എൻ്റെ അടുത്ത് മുമ്പുണ്ടായിരുന്നു, UAE നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് ഒറിജിനലാണ് കേട്ടോ. ബ്രാസിലും ബ്രോൺസിനും കാസ്റ്റ് അയണിലും ഒക്കെയുള്ള ഒരുപാട് ഐറ്റംസ് ഇവരുടെ പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ട്രഡീഷണൽ ഒതൻറ്റിക് പ്രോഡക്റ്റ്സ് ഇതുപോലത്തെ ആവശ്യമുള്ളവർക്ക് ഇവരുടെ പേജ് ചെക്ക് ചെയ്യാം. അത്യാവശ്യം നല്ല പ്രോഡക്റ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സ്പൂണും കൂടി വരുന്നുണ്ട്, അത് ഓരോന്ന് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് കഴുകിയിട്ട് അതിലിട്ട് വെക്കുന്നതും കൂടി കാണിച്ചു തരാം കേട്ടോ. ആദ്യം ഈ പ്രോഡക്റ്റ്സൊക്കെ ഒന്ന് എല്ലാം അൺബോക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇട്ട് വെക്കുന്നതും കൂടി കാണിക്കാം ഇതിൻ്റെ കൂടെ. പിന്നെ ഈ ബോക്സിൻ്റെ അടിഭാഗത്ത് നല്ലൊരു വെൽവെറ്റി ടെക്സ്ചർ വരുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ഒതുങ്ങി കിടക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു അടിപൊളി നല്ലൊരു മസാല ബോക്സ്, സ്പൈസ് ബോക്സ് കേട്ടോ. അപ്പോൾ ഇതും നിങ്ങൾക്ക് മസ്റ്റായിട്ടും കിച്ചണിലോട്ട് വേണ്ട ഒരു ഐറ്റം തന്നെയാണ് അല്ലേ, നേരത്തെ കാണിച്ചതും ഇതൊക്കെ. അടുത്തതിൻ്റെ ആ ഒരു ക്യൂട്ട്നെസ് ഒന്ന് നോക്കിയാൽ നമുക്ക് സംഭാരം മോരൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു പാത്രം അല്ലേ. ഒരു റിംഗ് ടൈപ്പാണ് അതിൻ്റെ ആ ഒരു പുറമേലുള്ള ടെക്സ്ചർ. ഇത് ബ്രോൺസിൻ്റെ കേട്ടോ. ഇത് 2 കൂടിയുള്ള ഒരു സെറ്റാണ്. അതും ഭയങ്കര വേർത്തായിട്ട് തോന്നി. കാണുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും കുടിക്കാൻ തോന്നുന്നു അല്ലേ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. സംഭാരമൊക്കെ അതുപോലെ മോരൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഗ്ലാസ്സാണ്. അപ്പോൾ ഇതുപോലത്തെ വേറെയും ഗ്ലാസ്സസ് അവരുടെ പേജിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ റോഷ് കുക്ക് വെയർസ് എന്തായാലും ഇതുപോലത്തെ ഐറ്റംസ് നിങ്ങൾ മിസ്സാക്കണ്ട. ഞാനിതുപോലെ സംഭാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിക്കണ്ട കേട്ടോ. ഇവരുടെ അടുത്ത് മണ്ണിൻ്റെ ചട്ടികൾ, കടായി, അതുപോലെ തന്നെ ബ്രാസ്, ബ്രോൺസ് അങ്ങനത്തെ പാത്രങ്ങൾ, കാസ്റ്റ് ചെയ്യേണ്ട പാത്രങ്ങൾ, അതുപോലെ കൽച്ചട്ടികളില്ലേ സോപ്പ് സ്റ്റോണിൻ്റെ, അങ്ങനത്തെ കുറേ ഐറ്റംസ് ആണ് ഉള്ളത് കേട്ടോ. കൂടുതലും എല്ലാം ട്രഡീഷണൽ ഒതൻറ്റിക് പ്രോഡക്റ്റ്സ് ആണ്. അടുത്തത് കണ്ടോ, നമുക്ക് ഫിൽറ്റർ കോഫി അല്ലെങ്കിൽ ചായയൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു പാത്രം. ഇത് കാണുമ്പോൾ പണ്ട് കാലങ്ങളിലേക്ക് പോയ പോലെ തോന്നില്ലേ. ഇത് ബ്രാസിൻ്റെ ആണ്, കോഫി സെറ്റാണ് കേട്ടോ. അതും മാറ്റ് ഫിനിഷാണ് വരുന്നത്, ഒരു എക്സ്പോർട്ട് ഫിനിഷാണ് വരുന്നത്. നല്ല അടിപൊളി മാറ്റ് ഫിനിഷാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ചും കൂടി വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു സെറ്റുകൾ. ഇത് ബ്രോൺസ് ആട്ടോ, ഈ സംഭാരം മോരൊക്കെ കുടിക്കാൻ പറ്റുന്നത്. മറ്റേത് ബ്രാസിൻ്റെ കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പാത്രങ്ങൾക്കായിട്ടുണ്ടെങ്കിൽ റോഷ് കുക്ക് വെയർസ് വിസിറ്റ് ചെയ്ത് നോക്കി. അതുപോലെ തന്നെ തമിഴ്നാടാണ് അവരുടെ ഷോപ്പ് വരുന്നത്. പിന്നെ അവരുടെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ വാട്സപ്പ് നമ്പറും കൊടുക്കാം, അത് ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. നല്ല അടിപൊളി പാക്കിങ്ങിലാട്ടോ. ഒന്നും തന്നെ ഒരു കേടായിട്ടുള്ള നല്ല സൂപ്പർ പാക്കിങ്ങിലാണ് അവർ സെൻഡ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിലോട്ട് ഡെലിവറി ഓപ്ഷനാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ഐറ്റംസ് ചെക്ക് ചെയ്ത് നോക്കാം.
പിന്നെ അടുത്തത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഫിൽറ്റർ കോഫി ഉണ്ടാക്കുന്ന ആ ഒരു സംഭവമില്ലേ അത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇത്രയും കാലം ഞാൻ കോഫി ഉണ്ടാക്കിയിട്ട് ഒരു പെർഫെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. പക്ഷെ ഇതിലുണ്ടാക്കിയപ്പോൾ സൂപ്പർബായിരുന്നു. ഇതും എനിക്ക് ഇപ്രാവശ്യത്തെ എല്ലാ പ്രോഡക്ട്സും ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി കേട്ടോ. ഞാനിത് ഫിൽറ്റർ കോഫി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഭയങ്കര നല്ല പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നി ഈ ഒരു സംഭവം. ഇതെന്തായാലും നമ്മുടെ വീട്ടിൽ ഒരെണ്ണം വേണം മസ്റ്റായിട്ടും. അപ്പോൾ പാക്കിങ് ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇത് കണ്ടോ, സൂപ്പർ പാക്കിങ്ങിലാണ് അവർ നമുക്ക് എല്ലാ പ്രോഡക്റ്റ്സും സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. റോസ് കുപ്പേഴ്സ് എന്താ പറയുക, ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ ആയിട്ട് മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പേജാണ് കേട്ടോ. തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ ഫിൽറ്റർ കോഫി ഉണ്ടാക്കുന്നതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഫസ്റ്റായിട്ടാണ് ഫിൽറ്റർ കോഫി ഉണ്ടാക്കുന്നത് ഇതുപോലെ ഒരു കോഫി ഫിൽറ്റർ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് റോസ് കുക്കേഴ്സിൻ്റെ ആ ഒരു ബോക്സ്. അവരുടെ ആ ഒരു ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഫിൽറ്റർ കോഫീൻ്റെ കാണിച്ചു തരാം. ഫിൽറ്റർ കോഫീൻ്റെ റെസിപ്പി ഞാൻ മീൻസ് അത് മാത്രമായിട്ട് ഞാൻ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം പലർക്കും അറിയുന്നുണ്ടാവില്ല ഫിൽറ്റർ കോഫി എങ്ങനെ ഉണ്ടാക്കുക. കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര പാടാണെന്ന്. ഈ ഒരു സംഭവം, ഈ കോഫി ഫിൽറ്റർ ഉണ്ടല്ലോ, ഇതുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമേ ഉള്ളൂ. എന്നാലും നമ്മൾ സാധാ കോഫി ഉണ്ടാക്കുന്നതിലും സിമ്പിളാണ്. ഒരുപാട് പേർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നല്ല പെർഫെക്റ്റും ആണ് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഇത് ബ്രാസിൻ്റെ കോഫി ഫിൽറ്ററാണ്. നല്ല മാറ്റ് ഫിനിഷ് വരുന്ന മൈക്രോ ഹോൾസുള്ള കോഫി ഫിൽറ്ററാണ്. ഇനി ഇതിലോട്ട് നമ്മൾ കോഫി എടുക്കുമ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ യൂസ് ചെയ്യുക. നെസ്കഫെ അല്ലെങ്കിൽ അതുപോലത്തെ ബ്രാൻഡ്സ്, AVT അങ്ങനത്തെ ബ്രാൻഡ്സ് ഇല്ലേ, അത് ഇൻസ്റ്റൻറ്റ് കോഫി ഉണ്ടാക്കുന്നത് കേട്ടോ. നോർമൽ കോഫി പൗഡർ വെച്ചിട്ട് ഉണ്ടാക്കാം, പക്ഷേ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ ഒന്നുകൂടെ ആ പെർഫെക്ഷൻ കിട്ടും. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു പെർഫെക്ഷൻ കിട്ടും. അപ്പോൾ നമ്മുടെ ആ ഒരു കോഫി ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കോഫി ഉണ്ടാക്കണത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. ശരിക്കും ഈ ഒരു ഫിൽറ്റർ കോഫീൻ്റെ ആ ഒരു കോഫി ഫിൽറ്റർ മാത്രമല്ല, ആ ഒരു കപ്പും ആ ഒരു സോസറും കൂടി ഉണ്ടെങ്കിലാണ് ഇത് കംപ്ലീറ്റ് ആവണം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് ശരിയാവോ, കാണുന്ന പോലെ ആവോ എന്നൊക്കെ. ബട്ട് അതെന്താ പറയുക, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഇത് വെറുതെ പറയില്ല കേട്ടോ. ഭയങ്കര ഈസിയാണ് യൂസ് ചെയ്യാൻ. നമ്മൾ കോഫിയൊക്കെ നമ്മൾ പാല് തിളപ്പിച്ച് അതിലോട്ട് കോഫി പൗഡർ ഇട്ട് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി അതിനേക്കാളൊക്കെ എത്രയോ എളുപ്പമായിട്ട് അത്. പിന്നെ നമുക്ക് ഈ കോഫി ഫിൽറ്ററിൽ നമ്മൾ ആ ഒരു ഡിക്കോക്ഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഒരു ദിവസമൊക്കെ അതിൽ തന്നെ വെക്കാം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ അത് വേഗം ഒഴിച്ച് പാല് മാത്രം തിളപ്പിച്ചാൽ മതി, ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ മൈക്രോ ഹോൾസാണ് കേട്ടോ ഇതിൻ്റെ അകത്തുള്ളത്. അതുകൊണ്ട് നല്ല പെർഫെക്റ്റായിട്ട് അതിലിങ്ങനെ ഒറ്റി വരും കോഫി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഇതിലോട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് കോഫി പൗഡർ ആദ്യം ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ ഇപ്പോൾ കഴുകിയതുകൊണ്ട് തന്നെ, അതുകൊണ്ടാണ് ഞാൻ തുടച്ചത് കേട്ടോ. കഴുകിയതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിവാക്കണം. കാരണം നമ്മൾ ആ കോഫിയുടെ നല്ല കറക്റ്റ് ആ ഒരു എന്താ പറയുക ഡിക്കോക്ഷൻ നമുക്ക് കിട്ടണം. അപ്പോൾ അതിൽ വെള്ളം പാടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കപ്പ് തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു 250 ml തിളച്ച വെള്ളം എടുത്തോളൂ, ഇതിലോട്ട് പാകമാണ്. പിന്നെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നെസ്കഫെ അങ്ങനത്തെ ബ്രാൻഡ്, ബ്രൂ, AVT അങ്ങനത്തെ ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ആ ഒരു പാത്രം അവിടെ വെച്ചിട്ടുണ്ട്. അതിലോട്ടാണ് നമ്മൾ ഈ ഒരു ഡിക്കോക്ഷൻ വരിക. എന്നിട്ട് അതിന് മേലെ മൈക്രോ ഹോൾസിൽ അത് വെച്ച് കൊടുത്ത്, എന്നിട്ട് ഞാനിപ്പോൾ ഇതിലോട്ടൊരു 6 ടീസ്പൂൺ നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ. എന്നിട്ട് അതിൻ്റെ മേലെ ആ ഹോൾസുള്ള ആ ഒരു സംഭവമില്ല ഇങ്ങനെ പ്രസ് ചെയ്യുന്നത്, അതതിൻ്റെ മേലെ നല്ലപോലെ വെച്ച് കൊടുക്കുക. അതായത് ഈവനായിട്ട് വെച്ച് കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞു പോകരുത്. അപ്പോൾ ഏകദേശം ഒരു 6 ടീസ്പൂൺ നിറയെ ഉണ്ടാവും. അപ്പോൾ അത് ഇത്രയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ലെയർ ഉണ്ട്, ആ ലെയറിൻ്റെ അവിടേക്ക് നല്ല വൃത്തിയിൽ ഇതിങ്ങനെ വെച്ച് കൊടുക്കുക, അമർത്തി വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ ഇത് 250 ml ഇല്ല ഈ വെള്ളം, അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചൂടുവെള്ളം, തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഭയങ്കര ആവി പറക്കുന്ന അത് വേണ്ട, തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനൊരു 250 ml ഒഴിച്ചു കൊടുത്തിട്ട് എന്നിട്ട് ഇത് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് പിന്നെ ഇളക്കരുത്, നല്ല ചൂടുണ്ടാവും. അപ്പോൾ അതവിടെ ഇരുന്നോട്ടെ. ഒരു 20 മിനിറ്റ് മിനിമം വെക്കണം. അല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂർ, അല്ലെങ്കിൽ തലേ ദിവസം നിങ്ങൾ ആക്കി വെക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിക്കോക്ഷൻ കിട്ടും. അപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരം വെച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും അതവിടെ വന്നോട്ടെ. എന്നിട്ടൊരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പാല് തിളപ്പിച്ചാൽ മതി. പാൽ നല്ല ചൂടോടെ തന്നെ എടുക്കണം. പാൽ നല്ല തിളപ്പിച്ചിട്ട് അപ്പോൾ അതെങ്ങനെ വരണം കേട്ടോ.
എന്നിട്ട് ഇതിങ്ങനെ ആറ്റിയെടുക്കുക. ഒരു 2-3 പ്രാവശ്യം ആറ്റിയെടുക്കുക. വല്ലാണ്ട് ആറ്റണ്ട, ചൂടാറിപ്പോവും. അപ്പോഴത്തേക്കും നമ്മുടെ ഡിക്കോക്ഷൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച് വെച്ചൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതാ ആ താഴെയുള്ള പാത്രത്തിലോട്ടായി. ഇതാണ് നമ്മുടെ കോഫി. ആ കോഫി മിക്സ് നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ കപ്പിലോട്ട് ആദ്യം പഞ്ചസാര ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ലാസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. ഞാൻ കപ്പിലോട്ട് പഞ്ചസാര ഒരു 2 ചെറിയ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒന്നെങ്കിൽ പാൽ ആദ്യം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഡിക്കോക്ഷൻ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എപ്പോഴും എടുക്കേണ്ടത് ഒരു 1/4 ഭാഗം മാത്രമേ ഡിക്കോക്ഷൻ പാടുള്ളൂ. ബാക്കിയുള്ള ഭാഗം പാൽ വേണം കേട്ടോ. ഏത് കപ്പിലാണെങ്കിലും അതിൻ്റെ 1/4 ഭാഗം ഡിക്കോക്ഷൻ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് കപ്പിൽ ആദ്യം പഞ്ചസാരയിലോട്ട് ഡിക്കോഷൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഈ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടിന് ഡിഫറൻസ് കണ്ടില്ലേ? ഒന്നിൻ്റെ ടെക്സ്ചർ മാറി, മറ്റേ വേറെ ടെക്സ്ചർ കേട്ടോ. ഇനി ഇതിൻ്റെ വേറെ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുമ്പം ആ ഒരു പതല്ലേ, അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്താൽ ഭയങ്കര അടിപൊളിയാവും കേട്ടോ. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്? എന്തായാലും കുടിക്കാൻ തോന്നില്ല. ടേസ്റ്റ് വൈസ് ആണെങ്കിലും അടിപൊളി കേട്ടോ. നമ്മൾ സാധാരണ ഞാൻ കുറേ കാലം ഈ കോഫി ഉണ്ടാക്കാറുണ്ട്. ഈ കോഫിയല്ല, സാധാ നോർമൽ കോഫി. എത്ര ഉണ്ടാക്കിയാലാണ് പെർഫെക്റ്റ് ആവില്ല. പക്ഷേ ഇത് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു കോഫി ഫിൽറ്റർ നമ്മളെടുത്തിട്ടുണ്ടെങ്കിൽ എത്ര പേർക്ക് വേണമെങ്കിലും, ഇപ്പോൾ കണ്ടല്ലോ കുറേ ബാക്കിയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കുറച്ചധികം പാൽ തിളപ്പിച്ചാൽ എല്ലാവർക്കും കപ്പിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല എളുപ്പമല്ലേ? ചൂടാറുമില്ല. മറ്റേ നമ്മൾ ആറ്റി ചൂടാറും. എന്നിട്ട് ഇതാ ഈ ഒരു ബ്രാസിൻ്റെ ഈ ഒരു കപ്പും സോസറും കൊണ്ട് ഉള്ളൊരു ഗുണം എന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റിയിട്ട് ആ പാത്രത്തിൽ കുടിക്കണം. അതായത് നമ്മൾ കോഫിയൊക്കെ ഇതാ ഇങ്ങനെ കുടിക്കണം. ഇതാ ഇക്ക കുടിക്കണ പോലെ. ഇക്കാക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് സംഭവം. ഇവിടെ റോസ് ഞാനിപ്പം ഈ വീഡിയോ ഒക്കെ ഇത് എടുത്തതിന് ശേഷം പിന്നെയും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കോഫി. ഇപ്പോൾ നമ്മൾ കോഫിൻ്റെ ഒരു ഫാനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മസ്റ്റായിട്ട് നമ്മൾ കിച്ചണിലോട്ട് വേണ്ട ഐറ്റംസാണ്. അങ്ങനെ പിന്നെ നെക്സ്റ്റ് ഡേ ഞാൻ നമ്മൾ സ്പൈസ് ബോക്സിൽ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി കിടക്കുമ്പോൾ. ഇനി അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ സ്പൈസ് ബോക്സിൽ സാധനങ്ങൾ ഇട്ട് വെക്കുന്നത് കൂടി കാണാം. അതിട്ട് വെക്കുമ്പോഴാണ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ തോന്നുന്നത് അല്ലേ? അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നോർമൽ സ്പൈസ് ബോക്സ് ആയിട്ട് മാറും, അല്ലെങ്കിൽ ഒരു ബോക്സ് ആയിട്ട് മാറും. ശരിക്കും ഇതും നമ്മളൊരു കൗണ്ടർ ടോപ്പിൽ വെക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനും സെപ്പറേറ്റ് ബോക്സ് ഇങ്ങനെ തുറക്കേണ്ട ആവശ്യമില്ല. ഒറ്റൊരു ബോക്സ് മതി. ഇതേപോലെ തന്നെ ഞാൻ സാധാ ഇതിപ്പോൾ സ്പൈസസ് ആണ്, ഞാൻ സ്പൈസ് പൗഡേഴ്സ് ഇതുപോലെ ഇട്ട് വെക്കാറുണ്ട്. അതും എനിക്ക് നല്ലൊരു എളുപ്പമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തുടച്ചിട്ട് വേണം വെക്കാൻ. ഒരു 7 ചെറിയ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പം അതിനകത്ത് ഇനി 7ത്തിൽ ഫില്ല് ചെയ്യണം. അപ്പം അതുകൊണ്ട് ഞാൻ കടുക്, ജീരകം, ഉലുവ അതൊക്കെ ഇട്ടതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അടുത്തതിൽ ഞാൻ മറ്റേ പച്ചമല്ലി, പിന്നെ വൈറ്റ് പെപ്പർ അതെല്ലാം കൂടി ഇട്ട് വെച്ചു. അങ്ങനത്തെ സ്പൈസസ് എല്ലാം കൂടി ഒറ്റ ബോക്സിലാവുമ്പം എളുപ്പമല്ലേ? അപ്പോൾ റോഷ് കുക്ക് വേസ് ആരും മിസ്സാക്കണ്ട. ഞാൻ ഫസ്റ്റ് ടൈമാണ് റോഷ് കുക്ക് വേസിൻ്റെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നല്ല പ്രോഡക്റ്റ്സാണ്. എല്ലാം നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു കിച്ചണിലോട്ട് വേണ്ട പ്രോഡക്റ്റ്സ് തന്നെയാണ് അല്ലേ? അപ്പോൾ എന്തായാലും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ പിൻ്റെ കമൻറ്റായിട്ട് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. തീർച്ചയായിട്ടും ഒന്ന് വാങ്ങിച്ചു നോക്കൂ കേട്ടോ. ഓക്കെ. അപ്പോൾ റോഷ് കുക്ക് വേസിൻ്റെ എല്ലാ പാത്രങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ ബ്രാസ്, ബ്രോൺസ്, കാസ്റ്റ് അയൺ അങ്ങനെ എല്ലാ പാത്രങ്ങളും അവൈലബിൾ ഇന്ത്യയിൽ എല്ലായിടത്തും ഓൾ ഓവർ ഇന്ത്യ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അവരുടെ ഷോപ്പ് വരുന്നത് തമിഴ്നാട്ടിലാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുക്കാം. ആ ഭാഗത്തുള്ളവർക്ക് ഷോപ്പ് വിസിറ്റ് ചെയ്യാം. അല്ലാത്തവർ ഓൺലൈൻ ഡെലിവറി ഓപ്ഷൻ ചൂസ് ചെയ്തോളൂ. ഞാൻ നമ്പറും കൊടുക്കാം കേട്ടോ. പിന്നെ ഈ പ്രൊഡക്ട്സ് എല്ലാതും ടോക്സിൻ ഫ്രീ ആണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഫുഡൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങൾ നല്ല സേഫ് ആയിട്ടുള്ള പാത്രങ്ങളാണ്. പിന്നെ നല്ല പെർഫെക്റ്റ് ഫോർ ട്രഡീഷണൽ ആൻഡ് മോഡേൺ കിച്ചൺസ് അല്ലേ? മോഡേൺ കിച്ചണിലും പറ്റും, ട്രഡീഷണൽ കിച്ചണിലും പറ്റും. അങ്ങനത്തെ നല്ല അടിപൊളി പാത്രങ്ങളല്ലേ എല്ലാതും. അപ്പോൾ എന്തായാലും വിസിറ്റ് ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നിങ്ങൾ ആരെങ്കിലും ഇതുപോലത്തെ പാത്രങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ അടുത്ത് എവിടെയോ കിടപ്പുള്ള നമ്മുടെ വൈറ്റ് പെപ്പർ കുറേ കാലമായി ഞാൻ ഉപയോഗിക്കാൻ വിചാരിക്കണം. അതും ഈ ഒരു ബോക്സ് കംപ്ലീറ്റ് ആവാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ മസാല ബോക്സ് അല്ലെങ്കിൽ സ്പൈസ് ബോക്സ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ കുക്കിംഗ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് വീഡിയോസിൽ. ഇതുപോലെ വേറൊരു പാത്രം കേട്ടോ. ഇത് ഒറിജിനൽ ബ്രാസാണ്, മറ്റേത് നോർമൽ ഫാൻസിയാണ്. അപ്പം ഇത് ബ്രാസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാലം നിലനിൽക്കും, ലോങ് ലാസ്റ്റിംഗ് ആണ്.
അപ്പോൾ നമ്മൾ കിച്ചണിലൊക്കെ ഇതിങ്ങനെ സൈഡിൽ വെക്കുകയാണെങ്കിൽ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഒറ്റ ഒരു പാത്രം മതി നമുക്ക് ഒരുപാട് എന്താ പറയുക സാധനങ്ങൾ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. സോ പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.